കൈച്ചൂണ്ടയിൽ പിടിച്ചൊരു കാളാഞ്ചിയാണ് നമ്മുടെ സഞ്ജുവിന്റെ സഞ്ചിയിലുള്ള. ഈ നിൽക്കുന്ന നമ്മുടെ രജീഷേട്ടനും ഇതും കൂടി ചൂണ്ടിട്ട് പിടിച്ച ഈ ഒരു കാളാഞ്ചി നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു കഥയുമുണ്ട്. 8 തൂക്കമുള്ളവനെ ചൂണ്ടയിൽ പിടിച്ച് കരക്ക് കയറ്റാനും വേണം ഒരു കഴിവ്. അങ്ങനത്തെ കഴിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പിടിച്ച് താഴെ മെൻഷൻ ചെയ്തോട്ടെ. അതെന്തിനാന്ന് പറയും, നമ്മളൊരു കാളാഞ്ചി ചൂണ്ടിട്ട് പിടിക്കൽ മത്സരം വെക്കാൻ പോണേ. അതായത് ഈ വരുന്ന തിരുവോണത്തിന് മുമ്പ് ഏറ്റവും വലിയൊരു കാളാഞ്ചി ആരാണോ നമ്മുടെ കടയിലേക്ക് ചൂണ്ടിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് അവനായിരിക്കട്ടെ വിന്നർ. വിന്നറിന് നമ്മൾ പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോണത് 3100 രൂപയാണ്. കൂടാതെ ആ മീൻ ഞങ്ങൾ തന്നെ വിലയിട്ട് വാങ്ങി. അതായത് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് സംഘടിപ്പിച്ചിരുന്ന ചൂണ്ടയിടൽ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല. നിങ്ങൾ ഇപ്പോ ഇവിടെ കാണുന്നത് ഇവര് ഈ കാളാഞ്ചി ചൂണ്ടിട്ട് പിടിക്കുന്ന രംഗമുണ്ട്. അതിനുശേഷം നേരെ നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാറുന്നിട്ട് അവര്. നമ്മുടെ കടയിൽ എത്തിയപ്പോഴും ഈ ഒരു കാളാഞ്ചിക്ക് ചെറിയൊരു ജീവനുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചൂണ്ടിടൽ മത്സരം അനൗൺസ് ചെയ്തതിനു ശേഷം ഇവരാണ് ആദ്യമായിട്ട് ഇത്രയും വലിപ്പമുള്ള ഒരു കാളാഞ്ചിയെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് വരും. അപ്പോൾ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ചൂണ്ടിടൽ ബിരുദന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. എല്ലാവർക്കും തിരുവോണം വരെ സമയവുമുണ്ട്.